ഞാൻ ഇന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടു. അതായത് ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആൾക്കാരൊന്നും ഇന്ത്യൻ പൗരനാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് കൊമൻസ് കണ്ടു. കളിയാക്കിക്കൊണ്ട് ഇതെന്താണ് ഇങ്ങനെ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ കുറേ ട്രോളുകളൊക്കെ ഉണ്ട്. അതായത് സംഭവം നമ്മൾ നോർമലി ആലോചിക്കുമ്പോൾ ശരിയാണ്. ഇപ്പോൾ വെരിഫിക്കേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്നിട്ട് ആ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്യുന്നു, നമ്മൾ ഇന്ത്യൻ സിറ്റിസനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പാസ്പോർട്ടൊക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ഈ സംഭവം എന്താണ്, ശരിക്കും ഈ പാസ്പോർട്ട് ഉള്ള ഒരാൾ ഒരു ഇന്ത്യൻ സിറ്റിസനായി മാറുമോ ഡിഫോൾട്ടായിട്ട്? നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആവില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ആവണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട് 1955. അതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. അത് നിങ്ങൾ ജനിച്ച വർഷം അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ജനിച്ച വർഷവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് കുറച്ച് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പാസ്പോർട്ട് എന്തുകൊണ്ട് ആവുന്നില്ല എന്നുള്ള കേസ് പറയാം. അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് പാസ്പോർട്ട് ആക്ട് 1967 പ്രകാരം ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതായത് ചില സ്പെഷ്യൽ പവർ ഉണ്ട് ഗവൺമെൻറ്റിന്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ അസൈലം സീക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് പേഴ്സൺ, അതുമല്ലെങ്കിൽ ചില ഡിപ്ലോമാറ്റിക് സമയത്തൊക്കെ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ആൾക്കാർക്ക് പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ പാസ്പോർട്ട് അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ വിദേശത്ത് പോയി, ഇപ്പോൾ UK കാനഡയിലൊക്കെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ സിറ്റിസണായി മാറാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ പോയി നിന്നിട്ട് സീക്രറ്റ്ലി ഇപ്പോൾ അവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പ് എടുക്കുക എന്ന് വിചാരിക്കാം. സീക്രറ്റ്ലി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ഒളിഞ്ഞു പോയിട്ട് എടുക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നമുക്കിപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നൊരു സിറ്റിസൺ ആകുന്ന സമയത്ത് അവരവിടുത്തെ ഓത്തൊക്കെ ചൊല്ലിയും കണ്ട് എന്താ പറയുക, അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും. ആ സമയത്ത് അവർ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അത് അറിയിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സിറ്റിസണായി മാറാൻ പറ്റും. അങ്ങനെ ആ സമയത്ത് പക്ഷേ ഇയാളുടെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ടും പക്കലുണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നാളെ വരുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സമയത്ത് ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിട്ട് ഞാൻ ഇന്ത്യൻ സിറ്റിസണാണെന്ന് പറഞ്ഞിട്ടെങ്കിൽ അത് തെറ്റാണ്. ഇന്ത്യൻ സിറ്റിസൺ അല്ല. കാരണം ഇന്ത്യ ഡുവൽ സിറ്റിസൺഷിപ്പ് അലൗഡ് അല്ല. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ 2 കേസസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരാൾ നോർമലി ഒരു ഇന്ത്യൻ സിറ്റിസൺ തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് കണക്കാക്കാൻ ലീഗലി പറ്റില്ല. കുറച്ച് ലൂപ്പ് ഹോൾസ് ഉള്ളത് കൊണ്ടാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ന്യൂസൊക്കെ അറിയാൻ വേണ്ടി ഫോളോ ചെയ്ത് വെച്ചോ.